ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ ഒരു ഓർക്കിഡ് റോസിനെ കാണാനായിട്ട് എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെഫോറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ റോസ് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഉപകാരമുള്ളൊരു നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതൊക്കെ നമ്മൾ സെയിലിന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റോസാണ് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ നമുക്ക് എന്താ പറയുക, കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ ലീഫൊക്കെ പോയിട്ട് അങ്ങനെ കുറേ റോസ് നമുക്ക് വിൽക്കാൻ പറ്റാതെ ആയി പോകും കേട്ടോ. ഇതുപോലെയുള്ള റോസൊക്കെ നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള റോസൊന്നും ഞാൻ കൊടുക്കില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇതുപോലെയുള്ള റോസിനെ നമുക്ക് നമ്മുടെ വീട്ടിലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പോട്ടിലൊക്കെ നിറച്ച് നല്ലൊരു പ്ലാന്റ് ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത് എന്താണ് ചെയ്യുന്നതെന്ന് കാണാവേ. അപ്പോൾ നമ്മൾ റോസൊക്കെ നടുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കൂടുതലായിട്ടും നല്ലോണം കരിയിലൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കരിയിലൊക്കെ ചേർത്തൊരു പോട്ടി മിക്സർ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പോട്ടി മിക്സറിന് നല്ല ഇളക്കം കിട്ടും കേട്ടോ. ഇതൊക്കെ നമ്മൾ മുന്നേ ഓരോ ചെടികൾ നട്ടു വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ഇതൊക്കെ പറിച്ച് മാറ്റിയിട്ട് ഈ ഒരു പോട്ടി മിക്സർ അത്യാവശ്യം നമ്മൾ വളത്തോട് കൂടെയുള്ള ഒരു പോട്ടി മിക്സറാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് കണ്ടോ, നമ്മുടെ ചെടിയുടെ വിത്ത് ഉണങ്ങി നിൽക്കുന്നത് കണ്ടോ നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല മൂത്ത വിത്താണ്. അപ്പോൾ ഇതുപോലത്തെ വിത്തൊക്കെയാണ് കേട്ടോ നമ്മൾ പാകി മുളപ്പിച്ച് പുതിയ നല്ല ചെടിയൊക്കെ ആക്കി എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ചെടിയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, ഇതുപോലെ ഈ കിട്ടുന്ന നമ്മളിങ്ങനെയുള്ള ഒരു പോട്ടി മിക്സർ ഉണ്ടല്ലോ, നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ഈ ഒരു ഇതിലേക്ക് ഇടും കേട്ടോ. എന്നിട്ട് വീണ്ടും ഇത് നമ്മൾ ഒന്നും കൂടെ നല്ലോണം യോജിപ്പിച്ച് പോട്ടി മിക്സർ തയ്യാറാക്കും. കണ്ടോ, ഇതുപോലെ നമ്മുടെ പോട്ടിൻ്റെ ഹോള് കണ്ടോ, ഇതിങ്ങനെ വെള്ളം നല്ലോണം വാർന്നു പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഇത്രയും വലിയൊരു ഹോളൊക്കെ ഇട്ട് വെച്ചേക്കണത്. ഈ കരിയിലൊക്കെ ചീഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ലൊരു വളമായിട്ട് മാറുവേ. അപ്പോൾ അങ്ങനെ ഏകദേശം ഇങ്ങനെ നാശമായി നിൽക്കുന്ന റോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീർ റോസാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇലയൊന്നും ഇല്ലാതെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. പക്ഷേ ഇതുപോലെ നിൽക്കുന്ന ഒരു ചെടിയാണെങ്കിലും നമുക്ക് ഈ ചെടീനെ നല്ല ഭംഗിയായിട്ട് നല്ലൊരു ചെടിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ചെടി തന്നെ കണ്ടോ കുഞ്ഞി തളിർപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കവറൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ എന്താ പറയുക, നമ്മുടെ ഓരോ ദിവസത്തെ പണികളാണ് കേട്ടോ ഇതുപോലെയൊക്കെ. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ചെടീനെ ഇങ്ങനെ പോയതുപോലത്തെ ചെടികളൊക്കെ എടുക്കും. ഇതിങ്ങനെ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ വൈകുന്നേര സമയത്തൊക്കെ ഇങ്ങനെ കുറേ ചെടികൾ നട്ടു കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ നട്ടിട്ടാണ് നമ്മളിതുപോലെ അത്യാവശ്യം നല്ലൊരു ചെടികളൊക്കെ ആക്കി എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സറിലേക്ക് ചെടീനെ അങ്ങ് വെച്ച് കൊടുക്കുന്നു. അപ്പം എന്നെപ്പോലെയൊക്കെ നമ്മുടെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെയൊക്കെ ചെയ്യുന്ന കേട്ടോ. നമ്മൾ കുറച്ച് വൈകുന്നേരം സമയമൊക്കെ ഒന്ന് മെനക്കെട്ടാൽ മതി. നമുക്ക് വെയിലൊന്നും കൊള്ളാതെ നമുക്ക് നല്ല എന്താ പറയുക സന്തോഷത്തോടു കൂടെ നമുക്ക് ഈ പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ചെടിയൊക്കെ നട്ട് അതിൽ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിങ്ങ് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതുപോലെയൊക്കെ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ചെടീനെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, അപ്പോൾ ഇനി അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ഒരു ചെടിക്ക് ഒരു ഇല പോലും ഇല്ലാതെ കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഒരു പ്ലാന്റിനെ നമുക്ക് നല്ല ബുഷിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് താഴ്ത്തി ഞാനൊന്നങ്ങോട്ട് ഈ ഇലയില്ലാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുവാണേ. അതുപോലെ ഉണങ്ങിയ കമ്പുകളുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് നിർത്തുക. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഈ ഒരു ചെടിയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് തളിർപ്പൊക്കെ ആയിട്ടിങ്ങ് വരും കേട്ടോ. അന്നേരം എന്താക്കണം, കുറച്ച് നമ്മുടെ വളം, അതിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് പൊടിച്ചത് ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ചെടീനെ നമുക്ക് അടിപൊളിയാക്കി എടുക്കാവേ. ഇതൊക്കെ നമ്മൾ ഇതുപോലെ നട്ട് കൊടുത്തേക്കണം നമ്മുടെ റോസായിരുന്നു കേട്ടോ. നോക്കി എന്ത് ഭംഗിയായിട്ടാണ്, നോക്കി നല്ല ഭംഗിയായിട്ട് ഈ ഒരു റോസിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഇത് ക്യാമറയിലൂടെ അത്ര കറക്റ്റ് കളറങ്ങ് മനസ്സിലാകുന്നില്ല. ഇതാണ് കേട്ടോ ഈ റോസിൻ്റെ ശരിയായ ഭംഗി. കണ്ടോ, എന്ത് ഭംഗിയെന്നറിയാം കാണാനായിട്ട്. നിറച്ചിങ്ങനെ എതളുകളായിട്ടാണ് ഈ ഒരു ചെടിയിൽ പൂവ് ഉണ്ടാകുള്ളൂ. അതും നിറയെ ഉണ്ടാകും കേട്ടോ. അത് കുറേ മുട്ടുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, അതായത് നമ്മൾ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ നട്ട് കൊടുത്ത നമ്മുടെ റോസ് ചെടി ഉണ്ടല്ലോ, കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇലകളൊക്കെ വന്ന് നല്ല മുട്ടുകളൊക്കെ വന്ന് വലിയൊരു ഫ്ലവറും വിരിഞ്ഞിട്ടുണ്ട്.
കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ റോസാപ്പൂക്കളെയൊക്കെ. ഇതാ നമ്മുടെ മറ്റൊരു ചെടി കണ്ടോ, നമ്മളെങ്ങനെ നിന്നൊരു ചെടിയായിരുന്നു അതിനെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലവറൊക്കെ വന്നിട്ടുണ്ടേ. നമ്മളുണ്ടല്ലോ റോസാ ചെടീനെ നമ്മൾ എപ്പോൾ വളർത്തുമ്പോഴും ഉണ്ടല്ലോ ഒരു പൂക്കളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്ത് ആ ചെടീനെ വീണ്ടും എന്താ പറയുക പുതിയൊരു ചെടിയാക്കി എടുക്കണം. നല്ല തളിർപ്പൊക്കെ വന്നാൽ മാത്രമാണ് കേട്ടോ റോസ് ചെടിയിൽ പൂമൊട്ടുകൾ വിരിയുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നതുണ്ടോ. നമ്മുടെ ചെടി കണ്ടോ, ഒരു അന്ന് നമ്മൾ നട്ട ചെടിയാണ് കേട്ടോ ഇതൊക്കെ. ഇത് കണ്ടോ ബുഷിയായിട്ട് വന്ന് നിറച്ച് മൊട്ടുകളും പൂക്കളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ തരാനായിട്ട് കൂടുതലായിട്ടും ഉണ്ടല്ലോ നമ്മുടെ ചാണകപ്പൊടിയും അതുപോലെ കടലപ്പിണ്ണാക്കൊക്കെ പൊടിച്ചിട്ട് നമ്മുടെ ചെടികളിലൂടെ അതായത് ചോട്ടിലിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് നമ്മൾ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് കൊടുക്കുക. ഓർഗാനിക്കായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലാതെ ചിലവർ നമ്മൾ കെമിക്കലായിട്ടൊക്കെ നമ്മുടെ റോസിന് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസ് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് വരും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ റോസാ ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഞാൻ ഈ കാണിച്ചു തന്ന പോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ നമ്മൾ ഇത് ഇന്നും ഇന്നലെയായിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. കുറേ നാളുകളായിട്ട് നമ്മളിത് ചെയ്ത് ഇങ്ങനെ ഇതിന് മുന്നേ ഞാൻ ഇതുപോലത്തെയൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ നമ്മുടെ ചെടികളിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അപ്പം ഇത് എല്ലാവർക്കും ഒരു ഉപകാരം ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ എടുത്ത് ഇടുന്നത്. അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഇനി പൂക്കളുടെ സമയമാണ്. അപ്പം നമ്മുടെ പൂന്തോട്ടം നിറച്ച് നമുക്ക് പൂക്കളാക്കണ്ടേ. നമ്മുടെ ചാനലൊക്കെ ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ കൂട്ടുകാർ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് അതുപോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനൊക്കെ ആയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.